ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഡേ 4 ഓഫ് റിവിഷൻ സീരീസ് ആണ്. സോ നമുക്കിന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് ഉണ്ടായിരുന്നത് കോംപ്ലക്സ് നമ്പേഴ്സും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും സെറ്റ്സും ആണ്. സോ അതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കോംപ്ലക്സ് നമ്പറിനെ 24 PYQ കംപ്ലീറ്റ് ചെയ്തു, റിലേഷൻ 24 കംപ്ലീറ്റ് ചെയ്തു, സെറ്റ് 24 25 കംപ്ലീറ്റ് ചെയ്തു. കോംപ്ലക്സിലെ 25 ഒരു 4-5 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു, റിലേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ ഇങ്ങനെയാണ്. പിന്നെ നമ്മളിന്ന് ടോട്ടൽ പഠിച്ച ടൈം എന്ന് പറയാനാണെങ്കിൽ സോ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നമുക്കിന്ന് എക്സാം ഉണ്ട്. അതായത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 7-ാം തീയതി പുലർച്ചെയാണ്. 6-ാം തീയതി പഠിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഫുഡ് കഴിച്ചിട്ട് സ്റ്റഡി വിത്ത് മീ ലൈവ് ഉണ്ടായിരുന്നു. ലൈവ് കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സോ നമ്മൾ ടോട്ടൽ 9.5 മണിക്കൂറാണ് ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. സോ സ്റ്റഡി വിത്ത് മീ ലൈവ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ ഒന്ന് വീഡിയോ രാവിലെ എടുക്കേണ്ട വിചാരിച്ചു. രാവിലെയാണ് എക്സാം ഉള്ളത്. ഞാൻ എക്സാം ഉച്ചക്കാന്നാണ് വിചാരിച്ചു, പക്ഷേ എക്സാം രാവിലെയാണ്. രാവിലെ 8 to 12 12:30 ഉള്ളിൽ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, 3 മണിക്കൂറാണ് എക്സാം ഉള്ളത്. സോ ഇന്നാണ് 9.5 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് ഒന്ന് പറഞ്ഞുതരാം. കോംപ്ലക്സ് നമ്പേഴ്സിൽ വരികയാണെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സിൽ കൂടുതലും നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കേട്ടോ. കോംപ്ലക്സ് നമ്പേഴ്സ് 23 ക്വസ്റ്റ്യൻസ് ആണ് ടീം 24 ചോദിച്ചിട്ടുള്ളത്. 25 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഷിഫ്റ്റിൽ 4 to 5 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടുക. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതിന് പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് കോൺജുഗേറ്റ്, മോഡുലസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും വന്നിട്ടുള്ളത്. പിന്നെ ഡിലീറ്റഡ് പോർഷൻസ് ഉൾപ്പെട്ടിട്ടുണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൽ. എന്താണ് ഇയുലേസ് ഫോം എന്നൊക്കെ അതിന് പറയാം. അതായത് e⁻θ cos θ + I sin θ എന്നുള്ള ഫോർമുലൊക്കെ ഡിലീറ്റഡ് ആണ്. അത് ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ കുറച്ച് ഔട്ട് ഓഫ് NCERT കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കുഴപ്പമില്ല ചാപ്റ്റർ. ഓക്കെ, ഒരു മോഡറേറ്റ് ലെവൽ ചാപ്റ്ററാണ്. അല്ലാണ്ട് ഈസിയും അല്ല, അല്ലാണ്ട് ടഫും അല്ല. ഈസിയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, എന്നാൽ കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും ഉണ്ട്. സോ ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ. ഇനി റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പറ്റി പറയാനാണെങ്കിൽ റിലേഷനിൽ +1 +2 ഉണ്ട്. സോ അതിൽ +1 റിലേഷനാണ് കുറച്ച് വെയിറ്റേജ് ഉള്ളത്. ക്വസ്റ്റ്യൻസും കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കൂടുതലുള്ളത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് +1 സോ അതിൽ കൂടുതലും ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ നിങ്ങൾ ആ ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സെറ്റ് പിന്നെ ഈസിയാണ്. സെറ്റിലൊക്കെ നോക്കി ചെയ്യാൻ പറ്റുന്ന വെൻ ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഒക്കെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാര്യങ്ങൾ, ഫംഗ്ഷൻ മാപ്പ് ചെയ്താൽ എത്ര കിട്ടുക, അങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ +2 പറയാനാണെങ്കിൽ +2 റിലേഷനിൽ സിമെട്രിക് ട്രാൻസിറ്റീവ് എടുക്കുന്നില്ല. സിമെട്രിക് ട്രാൻസിറ്റീവ് ആണോ റിഫ്ലെക്സീവ് ആണോ എന്നുള്ള ആ ടൈപ്പ് ചോദ്യങ്ങളും പിന്നെ ഇൻവേർട്ടിബിൾ ആക്കാനുള്ള F ഇൻവേഴ്സിന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് അതൊന്ന് ചോദിച്ചിട്ടുള്ളൂ. സോ ഈസിയാണ്. 24 PYക്ക് കുറച്ച് ടഫ് ആയിരുന്നു. 25 വെച്ച് നോക്കുമ്പോൾ ഏതിലെ +2 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ. സോ +1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ 25 PYക്ക് ചെയ്തിട്ടില്ല. സോ അതൊന്ന് ചെയ്ത് നോക്കണം നാളെ. ഓക്കെ, സോ നാളെ നമുക്ക് എക്സാമാണ്. അതായത് 7-ാം തീയതി എക്സാമാണ്. പിന്നെ അത് കഴിഞ്ഞ് 9-ാം തീയതിയാണ്. നാളെ 8:30ക്കാണ് എക്സാം ഉള്ളത്. ഓക്കെ, സോ 8:30 to 12:30 എക്സാം ഉള്ളത്. സോ അതിൻ്റെ ഉള്ളിൽ അറ്റൻഡ് ചെയ്യണം. സോ ഇതാണ് ഇന്നത്തെ സ്റ്റഡി അപ്ഡേറ്റ് പറയാനാണെങ്കിൽ. സോ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന പോർഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. സോ വീഡിയോയിൽ ഫുള്ളായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ നാളെ എക്സാം എഴുതി കഴിഞ്ഞാൽ എക്സാമിൻ്റെ റിവ്യൂ അതുപോലെ മാർക്സ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. സോ വീഡിയോയിൽ ഫുള്ളായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.